ഹലോ ഗൈസ്, നിങ്ങൾ പറഞ്ഞ ശരി തന്നെ കേട്ടോ. പെരയിൽ ഇപ്പൊ വെച്ചുണ്ടാക്കാനൊന്നും നേരം കിട്ടണില്ല. എങ്ങനെ നേരം കിട്ടാനാണ്? ഇപ്പൊ ഫുള്ള് കറക്കല്ല. ഇന്നും നമ്മൾ ബസ്സിലാണ് കേട്ടോ. മറ്റേ വീഡിയോ 500K മോള് കടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതെന്തായാലും 1 മില്യൺ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് എന്റെ വല്യപ്പാന്റെ മൂത്ത പെങ്ങള്. സ്വഭാവം കുറച്ച് മൂത്തട്ടെ. എന്താ ചെയ്യാ? എന്റെ അമ്മായിന്റെ അടുക്ക് വന്നതാണ്. എല്ലാ പൊടിയും പൊട്ടുണ്ട് ഇവിടെ. ഏറ്റൊക്കെ ടിവിന്റെ ഉള്ളിൽ കണ്ട് കയറുന്ന ഒരുക്കും അതേപോലെ അഭിനയിച്ചാൽ ഇവനെ ഞാൻ ആദ്യമായിട്ട് ഡ്രസ്സിൽ കാണണം. ഒന്നെങ്കിൽ മഞ്ഞ ട്രൗസർ അല്ലെങ്കിൽ നീല ട്രൗസർ. എന്തോ ഭാഗത്തിന് ഫാന്റെ കുപ്പായം. ഇതാണ് ഇവിടുത്തെ അമ്മായിന്റെ മോനെ. കല്യാണം കഴിഞ്ഞ് അന്ന് റൂമിൽ കയറിയത് 2 കൊല്ലം. ഇപ്പോഴും അറിയിട്ടില്ല. തന്നെ 2 കുട്ടികളും. ഒന്നും പേടിക്കായ ചെറുതും വലുതായ മേമാരെ ഒടുക്കത്തി നടക്കത്തി എല്ലാ മിസ്റ്റേക്കും ഇവിടെ തന്നെ വന്ന് വിട്ടു. നിങ്ങളാണെങ്കിൽ എത്രയും പ്രായമായിട്ട് ബലൂണും പാർപ്പിച്ച് നടക്കാൻ റബ്ബെ. ബുദ്ധിയില്ലെങ്കിലും അന്തം കൊടുക്കുക റബ്ബെ. ഞാൻ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് മാത്രമേ കാര്യം അന്തം കുറവെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിന്റെ പ്രൊഡക്ഷൻ കമ്പനിയെ അന്തം കുറഞ്ഞ ടീം. പിന്നെ ഈ ചുരിദാർദാണ് എന്റെ സുന്ദരിയായ അമ്മച്ചി, മറ്റേതാണ് അമ്മച്ചിന്റെ മൂത്തമ്മായി. രണ്ടും നല്ല പറ്റി ടീം. അങ്ങനെ എല്ലാ പൊടിയും പൊട്ടിനൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ പോവാണ് കേട്ടോ. പിന്നെ ഇപ്പൊ ആ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റിങ്ങളൊക്കെ പോകുമ്പോൾ എല്ലാവരും വീഡിയോ എടുക്കണം. ലാസ്റ്റ് വീഡിയോ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളില്ലാണ്ട് പേരെല്ലാം ആകെ വിഷയിക്കാരം. അപ്പോത്തിന് ബസ്സിനെ കണ്ടിക്കണം. അല്ലാ ഷിലി ഇബ്രാഹിം എല്ലാം വരുന്നറിഞ്ഞിട്ട് വലിയ ബസ് വരെ നിർത്തി. പിന്നെ ഒന്നും നോക്കില്ല, ബസ്സിലാണ്ട് ചാടി കയറി. ചെങ്ങായിമാരെ കയറിയപ്പോഴാണെങ്കിലും തറവാട് ബസ്സുമാരി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോത്തിനും ബസ്സിന് ഒരു കുട്ടിനെ കിട്ടിയിട്ടുണ്ട്. അവളാണെങ്കിൽ എന്റെ വലിയ ഫാനാണല്ലോ. അപ്പൊ എനിക്ക് നല്ല അങ്ങോട്ട് പറ്റിയും ചെയ്തിരിക്കണം. പിന്നെ ഒന്നും നോക്കില്ല, നമ്മളൊരു ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് എല്ലാത്തിനും അട്ടിക്കട്ടിയിട്ട് പെരയെ പോയിക്കണം. എന്തായാലും ഇന്നൊക്കെ ഉള്ളതായിക്കണം. അൽഹംദുലില്ലാഹ് റാഹത്ത്. ബാക്കി നാളെ നോക്കാം.